ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ലെവലിൽ ഇന്ന ആൾക്കാർ അത് ആസിഡ് വേറെ വേറെ ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ ആണ്. ജനറൽ ഇക്വേഷൻ എഴുതുക. ആസിഡ് പ്ലസ് മെറ്റൽ, ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണ്. ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. ഏതെങ്കിലും ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അപ്പൊ തന്നെ സോൾട്ടും ഉണ്ടാവും ഹൈഡ്രജനും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. HCl പ്ലസ് സിങ്ക് Zn. സിങ്ക് ഒരു മെറ്റൽ അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്ത് അയോൺസ് ഇൻവോൾവ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കണം. ഇത് H പ്ലസും ഇത് Cl മൈനസും. ഇതിനകത്തോ ഇത് Zn2+. അയോൺസ് എഴുതണ്ട കേട്ടോ, ഞാൻ നിങ്ങൾ എഴുതിക്കോ വേണമെങ്കിൽ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഈ അയോൺ Zn2+ ഈ നെഗറ്റീവ് അയോണുമായിട്ട് വന്ന് ചേർന്നിട്ട് എന്തുണ്ടാവും നോക്കിയേ, Zn2+ഉം Cl1- കൂടെ ക്രോസ് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുക? ZnCl2. ഇതൊരു സോൾട്ട് ആണ്. പ്ലസ് ബാക്കി എന്തുണ്ട്? H+. ഈ H+ എന്തായിട്ട് മാറും? H+ന് H+ ആയിട്ട് നിലനിൽക്കാൻ പറ്റത്തില്ല, അത് ഹൈഡ്രജൻ ആയിട്ട് മാറുന്നുണ്ടോ? അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 ഹൈഡ്രജന് ഇവിടെ കണ്ടോ, ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അതായത് ഈ അയോൺസ് ഒക്കെ വേണമെങ്കിൽ എഴുതി വെച്ചേക്കണം. എന്തുവാ ഡൗട്ട്? അയോൺസ് ഒക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന അയോൺസ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്ത ആ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അത് ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ താഴോട്ട് എഴുതി ഇടുക, ജസ്റ്റ് ബ്രാക്കറ്റിൽ. രണ്ടാമത് വേറൊരു എക്സാമ്പിൾ കൊടുക്കാം. H2SO4 പ്ലസ് എത്രയാ? Zn കൊടുക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ സംഭവിക്കുന്നത് എന്ത് തന്നെ? ഇവിടെ ഏതൊക്കെ അയോണാ? H പ്ലസും SO4 2- ഇവിടെ Zn2+. ഓട്ടോമാറ്റിക്കലി ഇവൻ വന്ന് ഇവനുമായിട്ടേ ചേരത്തുള്ളൂ. അപ്പം Zn2+ വന്നിട്ട് SO4 2- ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ രണ്ടിന്റെയും ബാലൻസ് സെയിം ആയതുകൊണ്ട് എന്താ ZnSO4 ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു സോൾട്ട് ആണ് അല്ലേ? പ്ലസ് എന്താ? ഹൈഡ്രജൻ. ഡൗട്ട് ഉണ്ടോ? ശ്രേയ ഓക്കെ ആണോ? ഡീൻ ഓക്കെ ആണോ? എലിജ ഓക്കെ ആണോ? എലിജ ഓക്കെ. ഇനിയും അടുത്തത് നോക്കിയോളൂ. അടുത്തത് നമ്മളിപ്പോ റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ ആണ് പഠിപ്പിച്ചത് അല്ലേ? റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ ആണ് പഠിപ്പിച്ചത്. ഇനി അടുത്തത് റിയാക്ഷൻ ഓഫ് ബേസ് വിത്ത് മെറ്റൽ ആണ്. രണ്ടാമത്തേത് റിയാക്ഷൻ ഓഫ് ബേസ് വിത്ത് മെറ്റൽ. ബേസ് വിത്ത് മെറ്റൽ. ഞാനിത് ഓരോരുത്തരോടും ചോദിക്കുന്നത്. ഡീൻ റെസ്പോണ്ട് ചെയ്യണേ. ബേസ് പ്ലസ് മെറ്റൽ. ബേസ് പ്ലസ് മെറ്റൽ. ആസിഡ് പ്ലസ് മെറ്റൽ, സോൾട്ട് പ്ലസ് വാട്ടർ ആണെന്നുണ്ടാകുന്ന ഹൈഡ്രജൻ ആണെന്ന് നമുക്കറിയാം. ബേസ് പ്ലസ് മെറ്റൽ എന്ന് തന്നെയായിരിക്കും. സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും. ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബേസ് എടുക്കുകയാണ്. NaOH പ്ലസ് Zn. എന്തായിരിക്കും ഡീനെ ഇവിടെ ആൻസർ വരുന്നുണ്ടാവുക? ഡീൻ Na2ZnO2 ആണ്. Na2ZnO2 അതെങ്ങനെ? Na2ZnO2 Na2ZnO2 അതെങ്ങനെ Na2ZnO2 വന്നതെന്ന് പറഞ്ഞത്? Na-ക്ക് മറ്റെന്താ പോസിറ്റീവ് അല്ലേ? അതിന്റെ പോസിറ്റീവ് അല്ലേ? ZnO2ക്ക് മൈനസും, മീൻസ് OH-ന് മൈനസും. അല്ല, ZnO2 എന്ന് പറഞ്ഞ എങ്ങനെയാ വന്നേ? ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന അയോൺ ഏതൊക്കെയാ? Na പ്ലസും OH മൈനസും Zn2+ അല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ വന്നേ? കാണാപ്പാടം പഠിച്ചില്ലയോ? ക്ലാസ്സിൽ എങ്ങനെ പറഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഓർത്തിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിന് നോട്ട് എഴുതിപ്പിച്ചെങ്കിൽ അതിന്റെ നിങ്ങളൊന്ന് ആ ടേബിൾ ഒന്ന് എടുത്തേ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ടിനകത്ത് വാലൻസിയുടെ ടേബിളിൽ ഏറ്റവും താഴെ 2 അയോൺസ് തന്നിട്ടുണ്ട്, നോക്കാമോ? അതിനകത്ത് സിങ്കേറ്റ് അയോണും അലൂമിനേറ്റ് അയോണും എന്ന് പറഞ്ഞ 2 അയോൺ തന്നിട്ടുണ്ടോ എന്ന് നോക്കി.
ഉണ്ടോ ശ്രേയ? ഉണ്ട്. അതായത് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് എന്താ? Na പ്ലസും OH മൈനസും ഇവിടെ Zn2 പ്ലസും ലാസ്റ്റ് ഈ Zn OH കൂടെ റിയാക്ട് ചെയ്തിട്ട് Zn OH ട്വൈസ് ഇവിടെ വരുന്ന. പക്ഷെ ഇത് ഹൈഡ്രോക്സൈഡ് സോൾട്ട് അല്ല. അപ്പൊ റിയാക്ഷൻ അതല്ല നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? സോഡിയം ഹൈഡ്രോക്സൈഡും സിങ്കും ചേരുന്ന സമയത്ത് സോഡിയത്തിന്റെ Na പ്ലസ് അയോണും സിങ്കും ഓക്സിജനും കൂടെ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ വന്നിട്ട് ZnO2 2 മൈനസ് എന്ന് പറയുന്ന ഒരു സിങ്കേറ്റ് അയോൺ ഉണ്ടായിട്ട് അതുമായിട്ടായിരിക്കും ആര് ചേരുന്നത്? ഈ Na ചേരുന്നത്. പിന്നെ H പ്ലസ് മാറുകയും ചെയ്യും. ഇങ്ങനെ. അപ്പൊ ഈ 3 അയോൺ ആണ് ഇതിനകത്തുള്ളത്. മനസ്സിലായോ? ഡീന് മനസ്സിലായോടാ? ഡീൻ മനസ്സിലായി. ആ, അതായത് ഞാൻ ഓൾറെഡി അവിടെ പഠിപ്പിച്ചായിരുന്നു സിങ്കേറ്റ് എന്ന് പറയുന്ന അയോൺ ഉണ്ട്. അത് ഇതിന് ഈ റിയാക്ഷൻ എഴുതാൻ വേണ്ടിയാണ് ആ രണ്ട് ബാലൻസി അവിടെ ആദ്യമേ തന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇനിയിപ്പം ഈ Na എന്ത് ചെയ്യും? Zn ആയിട്ട് ചേർന്നിട്ട് നോക്കിയോ, Na പ്ലസും ZnO2 2 മൈനസും കൂടെ കമ്പൈൻ ചെയ്താൽ 2 ഇവിടെ വരും, ഇത് ഇവിടെ വരുമ്പോൾ ഇതുകൊണ്ട് Na2 ZnO2 എന്ന് വരും. ഇവന്റെ പേര് സോഡിയം സിങ്കേറ്റ് എന്നാണ്. പ്ലസ് എന്താ, ഇവിടെ H പ്ലസ് ഉണ്ട്, അതെന്തായിട്ട് മാറും? ഹൈഡ്രജൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് സോൾട്ടും ഹൈഡ്രജൻ തന്നെ ഉണ്ടായി. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരെണ്ണം എടുക്കാം. KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് അലൂമിനിയം ഒന്ന് എടുത്തു നോക്കാം. അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെ K പ്ലസും OH മൈനസും ആണ്, ഇവിടെ Al3 പ്ലസ് ആണ്. അപ്പൊ Al3 പ്ലസ് നേരെ OH ആയിട്ട് ചേർന്നിട്ട് AlOH ത്രൈസ് ആണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ സോൾട്ട് ആണ് ഉണ്ടാകേണ്ടത്, ഹൈഡ്രോക്സൈഡ് അല്ല. അപ്പൊ എന്താ? അപ്പോൾ അവിടത്തെ അയോൺ അതല്ല എന്നുള്ളതാണ്. അയോൺസ് ക്രോസ് ചെയ്യുന്നത് അതല്ല എന്നുള്ള കാര്യം അപ്പൊ തന്നെ ചിന്തിച്ചോണം. അപ്പം ഇവിടെ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ K പ്ലസ് അയോണും അതേപോലെ തന്നെ ഞാൻ അലൂമിനേറ്റ് അയോൺ എന്ന് പറഞ്ഞിട്ട് ഇത് പഠിപ്പിച്ചായിരുന്നു. AlO2 1 മൈനസ് എന്ന് പറയുന്ന അലൂമിനേറ്റ് അയോൺ. അലൂമിനേറ്റ് അയോൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലസ് എന്താ, പിന്നെ വേറൊരു H പ്ലസ് ആയിട്ട് അങ്ങ് മാറും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഈ 3 അയോൺസ് ആണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ K പ്ലസ് എന്നിട്ട് AlO2 1 മൈനസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ KAlO2 എന്ന് വരും. ഇവന്റെ പേര് പൊട്ടാസ്യം അലൂമിനേറ്റ് എന്നാണ് ഇവന്റെ പേര്. പൊട്ടാസ്യം അലൂമിനേറ്റ് പ്ലസ് എന്താണ്? H2. കണ്ടോ, ഇങ്ങനെയാണ് അത് വരുന്നത്, അല്ലാതെ ബൈഹാർട്ട് ചെയ്യല്ലേ. ഓക്കെ ആണോ? ഇനി വേണമെങ്കിൽ സോഡിയത്തിന്റെ, അതായത് ഇവിടെ ഈ അയോൺസ് ഇൻവോൾവ് ചെയ്യുന്നൊക്കെ എഴുതി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിയാക്ഷൻ എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ബ്രാക്കറ്റിലോട്ട് അങ്ങ് എഴുതി ഇട്ടാൽ മതി. ഏതാ താഴെ റിയാക്ഷൻ? ശരിക്കും റിയാക്ഷൻ മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് പറഞ്ഞു തന്ന. മനസ്സിലായോ? ഇനി വേണമെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അലൂമിനിയം ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇത് തന്നെയാണ്. Na പ്ലസ് NaOH പ്ലസ് Al. അപ്പോഴെന്താ? സോഡിയം അലൂമിനേറ്റ് NaAlO2 പ്ലസ് എന്താ? H2 ആണ്. അപ്പൊ ഇത് സോൾട്ട് ആണ്, ഇതെല്ലാം സോൾട്ട് ആണ്, സോഡിയം അലൂമിനേറ്റ് എന്ന് പറയും. ശ്രേയക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇതുവരെ കാണാതാണോ പഠിച്ചത്? കാണാതല്ലേ പഠിച്ചത്? അതെ. ഓക്കെ, നോക്കിയോ. അപ്പം ഇനി ഒരു കാര്യം കൂടെ. നമ്മൾ ജനറൽ ആ പറഞ്ഞത് ബേസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും ഹൈഡ്രജനും ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാ ബേസും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും ഹൈഡ്രജൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഹൈഡ്രോക്സൈഡ് വേണേലും ഉണ്ടാവാം. ഇപ്പൊ ഞാൻ NaOH Zn കൂടെ റിയാക്ട് ചെയ്തപ്പോൾ ആദ്യം ഞാൻ എന്താ എഴുതിയത്? NaOH ട്വൈസ് എഴുതുന്ന പോലെ എഴുതിയത്. അത് തെറ്റാണെന്നാ പിന്നെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയും ചില ബേസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോക്സൈഡുകളും ഉണ്ടാവാം. അപ്പം അത് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ താഴോട്ട് നിങ്ങൾ എഴുതുക. നോട്ട് എന്ന് എഴുതിയിട്ട് എഴുതുക. all metal react with base will not form അല്ല, ഒരു കാര്യം ചെയ്താൽ മതി. നോട്ട് ഓൾ മെറ്റൽ എഴുതിക്കോ. നോട്ട്, ഈ നോട്ടും വ്യത്യാസമാണ്. ഈ നോട്ടും വ്യത്യാസമാണ്. നോട്ട്, ഇത് NOTE ആണ്, ഇത് NOT. നോട്ട് ഓൾ മെറ്റൽ റിയാക്ട് വിത്ത് ബേസ് ടു ഗീവ് സോൾട്ട് ആൻഡ് വാട്ടർ. എല്ലാ മെറ്റലും ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ട് ആൻഡ് വാട്ടർ ഉണ്ടാകത്തില്ല. ടു ഗീവ് റിയാക്ട് വിത്ത് ബേസ് ടു
base to form salt and hydrogen. Following reactions are also possible. Following reactions are also possible. അപ്പം ഇപ്പൊ KOH എടുക്കുകയാണ്, KOH അത് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ ഇതിന്റെ കൃത്യം അയോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, K പ്ലസും OH മൈനസും Cu2 പ്ലസും. കണ്ടോ? അപ്പൊ ഈ Cu2 പ്ലസ് എന്ന് ഇവനുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാകുന്ന നോക്കിയോ, CuOH ട്വൈസ് ഉണ്ടാവും, പ്ലസ് എന്താ, പ്ലസ് K ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ? ഇങ്ങനെയും റിയാക്ഷൻ ഉണ്ടാവാം. ഓക്കെ, ഇനി എഴുതിക്കോ അടുത്തത്. റിയാക്ഷൻ അടുത്ത റിയാക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിത്ത് metal carbonates and metal hydrogen carbonate അതിനെ മെറ്റൽ ബൈകാർബണേറ്റ് എന്ന് വിളിക്കും. അപ്പൊ ആദ്യം ഈ മെറ്റൽ കാർബണേറ്റ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഒരു ഡോട്ട് ഇട്ടിട്ട് മെറ്റൽ കാർബണേറ്റ് അതായത് ഒരു മെറ്റലും കാർബണേറ്റും കൂടെ ചേർന്നുണ്ടാകുന്ന സോൾട്ടുകളെയാണ് മെറ്റൽ കാർബണേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് അയോൺ എന്ന് പറയുന്നത് എന്താണ്, കാർബണേറ്റ് ആണ് ഒരെണ്ണം അല്ലെ. അതിനെ നമ്മൾ CO3 2- എന്നാണ് പറയാ. ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ Na2CO3, ഇവന്റെ പേര് സോഡിയം കാർബണേറ്റ്. ഇനി MgCO3 അത് മഗ്നീഷ്യം കാർബണേറ്റ്. അടുത്തത് പൊട്ടാസ്യം കാർബണേറ്റ് K2CO3, പൊട്ടാസ്യം കാർബണേറ്റ്. ഇതിനകത്ത് ഏതൊക്കെയാണെന്നറിയാം. അപ്പൊ ഇത് K പ്ലസും CO3 2- കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് അത് വന്നത്. ഇവിടെ Mg2 പ്ലസും CO3 2- കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് അത് വന്നത്. ഇവിടെ Na പ്ലസും CO3 2- കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് Na2CO3 വന്നത്. മനസ്സിലായോ? ഓർത്തോണം. ഇനി അതേപോലെ തന്നെ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് അതിനകത്തെ നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ HCO3 1- ആണ് ഇതിനകത്തെ അയോൺ. അപ്പൊ അവിടെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ NaHCO3, ഇത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നോ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് എന്നും പറയും.
കാരണം ഇവിടെ Na പ്ലസും 1 പ്ലസും HCO3 1 മൈനസും കൂടാണ് കമ്പൈൻ ചെയ്യുന്നത്. രണ്ടും 1 ആയതുകൊണ്ടാണ് ഇവിടെ NaHCO3 വന്നത്. അതേപോലെ തന്നെയാണ് KHCO3. ഇത് പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്ന് പറയും. പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്ന് പറയും, അല്ലെ പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇത് എന്താണ് നമുക്കറിയാം, അതായത് K പ്ലസും HCO3 1 മൈനസും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ഇനി ആ റിയാക്ഷൻ നമുക്ക് നോക്കാം. എപ്പോഴും ആലോചിച്ചോണം, ഒരു ആസിഡ് മെറ്റൽ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു സോൾട്ട് ഉണ്ടാവും, പിന്നെ വാട്ടർ ഉണ്ടാവും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. എപ്പോഴും അത് ഓർത്ത് വെച്ചേക്കണം. അതേപോലെ തന്നെ ആസിഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താലും അവിടെ സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഒരു ആസിഡ് എടുക്കുന്നു, HCl, എക്സാമ്പിൾ ആണ് HCl. ആസിഡ് എടുക്കുന്നു, സോഡിയം കാർബണേറ്റ് എടുക്കാം, Na2CO3. നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. ഇവിടെ ഏതൊക്കെ അയോണാ? ഇവിടെ H+ അയോൺ, Cl- അയോൺ. ഇവിടെ ഏതാ? Na പ്ലസും CO3 2 മൈനസും, അല്ലെ? എന്തായാലും ഈ Na നേരെ വന്നിട്ട് ഈ Cl ആയിട്ട് ചേർന്നിട്ട് NaCl ഉണ്ടാവും, സോൾട്ട് ഉണ്ടായി. പിന്നെ വാട്ടർ എന്തായാലും ഉണ്ടാകുന്ന എഴുതിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും ഉണ്ടാകുന്ന എഴുതിക്കണം. ബാക്കി ബാലൻസ് ചെയ്യുന്നതൊക്കെ പിന്നെ. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ. ഓൾറെഡി ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. ഇവിടെ സോഡിയം 2, ക്ലോറിൻ അവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് അല്ല. ബാലൻസ്ഡ് ആക്കണമെങ്കിൽ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 NaCl ആവും. അവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ആയി. പിന്നെ 2 അപ്പൊ ഇവിടെ 2 കൊടുത്തിട്ട് ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയി. കാരണം 2 NaCl എന്ന് പറയുമ്പോൾ 2 ക്ലോറിൻ ഇപ്പുറത്ത് വന്നു, 2 Na ഇവിടെ വന്നു, ഹൈഡ്രജൻ 2 വന്നു, ഓക്സിജൻ 3, കാർബൺ 1. കറക്റ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ഇത് തന്നെ HCl വേറൊരു കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, CaCO3. അതുമായിട്ട് റിയാക്ട് ചെയ്തത് എന്താ? ഇവിടെ H+ ഉം Cl- അയോൺ, ഇവിടെ Ca2+ ഉം CO3 2- അയോണുമാണ് ചേരുന്നത്. ഈ Ca ഇതുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവും? CaCl2 ഉണ്ടാവും, പ്ലസ് അവിടെയും H2 ഉം CO2 ഉണ്ടാവും. ബാലൻസ് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇവിടെ 2ഉം ഇവിടെ 2 ഇടും. ഇവിടെ 2 ഇട്ടാൽ അത് കഴിഞ്ഞു. ഇനി അടുത്തത് വേറൊരു ആസിഡ് ഉപയോഗിക്കാം. HNO3 എടുക്കാം. HNO3 ഞാൻ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് NaHCO3 ട്രീറ്റ് ചെയ്യാൻ പോവാം. അപ്പോഴും എന്ത് തന്നെയാ? അപ്പോഴും റിയാക്ഷനകത്ത് H2O-യും CO2-ഉം എഴുതി വെച്ചിരിക്കണം. ഓക്കെ. ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന H+, NO3 1-, ഇവിടെ Na+, HCO3 1-. ഉറപ്പായിട്ടും ഈ Na+ ഈ NO3-മായിട്ടായിരിക്കും ചേരുന്നത്. അങ്ങനെ സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്ന NaNO3 എന്ന് പറഞ്ഞ സോൾട്ട് ഉണ്ടാവും. ഇത് സോൾട്ട്.
അപ്പൊ നോക്കിയോ, അടുത്ത എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഓൺ പാസിംഗ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ത്രൂ ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ CaOH ട്വൈസ് ആണ് അല്ലേ. ലൈം വാട്ടർ നമ്മൾ പറഞ്ഞു ഇറ്റ് ടേൺസ് മിൽക്കി ആണെന്ന് നമുക്കറിയാം. ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു the formation ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഫോർമേഷൻ ഓഫ് കാക്കോ3, അതായത് CaCO3. കാക്കോ3 എന്നൊന്നും പറയല്ലേ. which is formed as precipitate. അതായത് ഇവിടെ ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നിങ്ങൾക്ക് തെളിയിക്കണം എന്നുള്ളെങ്കിൽ ടെസ്റ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ആരോ കൊടുക്കണേ, മുകളിലോട്ട് ആരോ കൊടുക്കണേ, അത് ഇവല്യൂഷൻ ഓഫ് ഗ്യാസ് ആണെന്ന് കാണിക്കാനാണ് കേട്ടോ. ഓരോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സൈഡിലും മുകളിലോട്ട് ഒരു ആരോ കൊടുത്തിരിക്കണേ മുകളിലത്തെ റിയാക്ഷനകത്ത്. അപ്പം ആ ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ നിങ്ങൾക്ക് തെളിയിക്കണേ എന്ത് ചെയ്യണം അറിയോ, അവിടെ നിന്നുണ്ടാകുന്ന ഗ്യാസിനെ നേരെ കാൽസ്യം ഹൈഡ്രോക്സൈഡിനകത്തൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മിൽക്കി ആയിട്ട് മാറും. അത് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് എന്താ, കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, CaOH ട്വൈസിനകത്തൂടെ ആ മുകളിലത്തെ റിയാക്ഷനിൽ നിന്ന് ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തി വിട്ടു. എന്തിനാ, അത് കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് CaCO3 ഫോം ചെയ്തു. ഇതിനെ നമ്മൾ മാർബിൾ എന്ന് പറയാറുണ്ട്. മാർബിളിന്റെ ഫോർമുല ഇത് തന്നെയാണ്. അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയാറുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ലൈം സ്റ്റോൺ എന്ന് പറയാറുണ്ട്. അല്ലേ, പ്ലസ് എന്താ, വാട്ടർ. ഇനി വീണ്ടും ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു പാത്രത്തിനകത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ റിയാക്ഷനിൽ നിന്നുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിനെ അതിനകത്തൂടെ ഞാൻ കടത്തി വിടുന്ന ഇൻസ്റ്റന്റിൽ തന്നെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവും. വീണ്ടും കടത്തി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ അതിനും കടത്തി വിടാൻ പോകുന്നത്, കാരണം അതിനകത്ത് അത് ഉണ്ടായി കിടക്കുമല്ലോ. അപ്പൊ വീണ്ടും, അതായത് അടുത്ത ഡോട്ട് എഴുതേണ്ടത് ഓൺ പാസിംഗ് എക്സസ് കാർബൺ ഡയോക്സൈഡ് ത്രൂ കാൽസ്യം കാർബണേറ്റ് it will produce calcium hydrogen carbonate that is soluble in water. അതായത് ഈ CaCO3 പ്ലസ് H2 ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനകത്തൂടെ ഫർദർ CO2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ HCO3 ട്വൈസ്, ഈ റിയാക്ഷൻ അവിടെ പഠിച്ചതാണ്. ഇത് സോലുബിൾ ആണ്. ഇത് വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള ഒരു കാർബണേറ്റ് ആണ്. സോലുബിൾ കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയും. നമ്മൾ ഇതുവരെ ആസിഡ് കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇനി ബേസ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, ഒന്നും ഉണ്ടാകത്തില്ല. കാരണം എന്താ, ബേസ് വിൽ നോട്ട് റിയാക്ട് വിത്ത് കാർബണേറ്റ് ആൻഡ് മെറ്റൽ കാർബണേറ്റ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്. അതും കൂടെ എഴുതുക, നോട്ട് എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ carbonate will not react with base. എഴുതാനുണ്ടെങ്കിൽ പറയണം, എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എഴുതിക്കോ, റിയാക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിത്ത് ഈച്ച് അതർ. ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? റിയാക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിത്ത് ഈച്ച് അതർ. When acid react with base, it will produce salt and water. This reaction is known as neutralization reaction. This is neutralized because action of base is being cancelled by the acid and vice versa. തിരിച്ചു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. നോക്കിക്കോളൂ. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH പ്ലസ് HCl, ആസിഡ് പ്ലസ് ബേസ് പ്ലസ് ആസിഡ് ഗീവ്സ് എന്താ? NaCl പ്ലസ് എന്തായിരിക്കും? H2O ആയിരിക്കും. കാരണം ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന അയോൺ Na പ്ലസ്, ഇത് OH മൈനസ്, ഇത് H പ്ലസ്, ഇത് Cl മൈനസ്. ഈ Na നേരെ പോയിട്ട് ഇതുമായിട്ട് ചേരും, ഇവർ ഇതുമായിട്ട് ചേർന്നിട്ട് H2 ഉണ്ട്. അങ്ങനെയല്ല, NH4OH എടുത്തിട്ട് എന്താ HNO3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും എന്ത് തന്നെയാ? NH4NO3 ഉണ്ടാവും, പ്ലസ് എത്രയാ? H2O. ഇനി ഒരു റിയാക്ഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, റിയാക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് വിത്ത് ആസിഡ്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം തീർന്നു. റിയാക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് വിത്ത് ആസിഡ്. അവിടെ ഓർത്തോണം, മെറ്റൽ ഓക്സൈഡ് ജനറൽ റിയാക്ഷൻ എഴുതാം. മെറ്റൽ ഓക്സൈഡ് പ്ലസ് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ ആണ്. ഏതെങ്കിലും മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആസിഡായിട്ട് ചെയ്യുന്ന സോൾട്ടും വാട്ടറും ഉണ്ടാവും. മെറ്റൽ ഓക്സൈഡ് എടുക്കാം, MgO മെറ്റൽ ഓക്സൈഡ്. ആസിഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്തു. ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നതാണ് Mg2 പ്ലസും O2 മൈനസും, ഇവിടെ H പ്ലസും Cl മൈനസും. റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? Mg പോയിട്ട് Cl ആയിട്ട് ചേർന്നിട്ട് MgCl2 ഉണ്ടാവും, പ്ലസ് എന്താ H മോയുമേ ഉള്ളു അവിടെ, അത് H മോയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താവും? H2. വേറൊരെണ്ണം എടുക്കാം, കോപ്പർ ഓക്സൈഡ് CuO പ്ലസ് HCl
gives ഒരു സെക്കൻഡ് CuO plus HCl gives CuCl2. കോപ്പറിന്റെ രണ്ട് വാലൻസി ഉണ്ട്, 1+ ഉണ്ട് 2+ ഉണ്ട്. ഇവിടെ 2+ ആണ്, കാരണം അതുകൊണ്ടാണല്ലോ ഇവിടെ Cu2+ഉം O2- കൂടെ വന്നുകൊണ്ടാണ് ഇവിടെ Cu വന്നത്. ഇവിടെ H+ഉം Cl-. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ CuCl2 ഉണ്ടാവും പ്ലസ് H2. ഒരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസ്. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസ്. ബേസ് പ്ലസ് നോൺ മെറ്റാലിക് ഓക്സൈഡ് gives salt plus water. Base plus non-metallic oxide gives salt plus water. Base നമുക്ക് ഒരെണ്ണം എടുക്കാം, CaOH twice. നമ്മൾ നേരത്തെ എഴുതിയ ഒരു റിയാക്ഷൻ തന്നെയാണ്. ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഒരു നോൺ മെറ്റലാണ്, അതിന്റെ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡാണ് CO2. നമുക്കറിയാം CaOH twice-നകത്തൂടെ CO2 കടത്തി വിട്ടപ്പം CaCO3 ആയിരുന്നു ഉണ്ടായത് അല്ലേ, പ്ലസ് H2O. ഇവനെ നമ്മൾ സ്ലേക്ഡ് ലൈം എന്നും അല്ലെ ലൈം വാട്ടർ എന്നൊക്കെ പറയും അല്ലേ, സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ലൈം വാട്ടർ എന്നൊക്കെ പറയും, ലൈം വാട്ടർ. ഓക്കെ, അപ്പൊ റിയാക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ റിയാക്ഷൻ. എഴുതിയോ ശ്രേയ, എലിജ, ഡീൻ എഴുതിയോ? എഴുതി. ഡീനെ എഴുതി. എലിജ എഴുതി. ഓക്കെ, ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. വൈ ആസിഡ്സ് ആൻഡ് bases have corrosive nature. അതായത് മറ്റ് ഒബ്ജക്റ്റുകളെ നശിപ്പിക്കുന്ന ഒരു നേച്ചർ ഉണ്ട് ആസിഡും ബേസിനും. അത് എന്തുകൊണ്ടാണ്? അതിന്റെ ആൻസർ എഴുതേണ്ടത് the substance which cause degradation of other substance when they come in contact with it are called corrosive substance. അടുത്ത ലൈനിൽ എഴുതുക, acids and bases react violently with substances causing the original component to be destroyed and produce salt which harm even our skin.
അടുത്ത ലൈനിൽ എഴുതുക കോൺസെൻട്രേറ്റഡ് ആസിഡ് such as sulfuric acid absorb water from the skin tissues and concentrated nitric acid react with skin to form pulp like mass. അതായത് ആസിഡ് ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം, ശരീരത്തിന്റെ ആ ഭാഗത്തുള്ള സ്കിന്നകത്തുള്ള എല്ലാ വെള്ളത്തിനെയും അതങ്ങ് വലിച്ചെടുത്തിട്ട് അതങ്ങ് ഡ്രൈ ആയിട്ട് അവിടെ ഇങ്ങനെ ഒരു പൾപ്പ് പോലെ ഒരു എന്താ പറയാ ഒരു മാസാക്കി മാറ്റും. അതായത് ഒരു എന്താ പറയാ നമ്മൾ ഈ അളിഞ്ഞിരിക്കുന്ന പോലെ അങ്ങ് ആക്കും. മനസ്സിലായോ? അതാണ് സംഭവം. താഴോട്ട് ഒരെണ്ണം എഴുതുക കോൺസെൻട്രേറ്റഡ് ബേസ് ആർ ഓൾസോ corrosive as sodium hydroxide breaks down fatty acids in the tissue and penetrates deeply and cause burns. അതായത് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസിലുള്ള ഫാറ്റി ആസിഡിനെ ഫുൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അകത്തേക്ക് കയറും, സ്കിന്നകത്തോട്ട് കയറിയിട്ട് അവിടെ ചെറിയ രീതിയിലൊക്കെ പൊള്ളലുണ്ടാകും. അതാണ് കൺസെപ്റ്റ്. ഒരു കാര്യം കൂടെ എഴുതാം, നമുക്ക് pH അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനിയിപ്പോ നമുക്ക് ഹൗ ക്യാൻ വി ഡൈല്യൂട്ട് ആൻ ആസിഡ് എന്ന് പറഞ്ഞൊരിതും യൂസസ് ഓഫ് ബേസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. പിന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, അത് pH ഒക്കെ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരു ക്ലാസ്സും കൂടെ മതി ഈ ചാപ്റ്റർ തീരാനായിട്ട്. അപ്പം എഴുതിക്കോളൂ, ഹൗ ക്യാൻ വി ഡൈല്യൂട്ട് ആൻ ആസിഡ്. ഒരു ആസിഡിനെ എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാം? അതായത് ആസിഡിലോട്ട് വെള്ളം കോരി ഒഴിച്ചാണോ ഡൈല്യൂട്ട് ചെയ്യുന്നത്, അതോ വെള്ളത്തിലോട്ട് ആസിഡ് കോരി ഒഴിച്ചാണോ ഡൈല്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. വെള്ളം ഒഴിച്ചാലേ ഡൈല്യൂട്ട് ആവത്തുള്ളൂ. അതെങ്ങനെ ആഡ് ചെയ്യും? ഇപ്പോഴും ആലോചിക്കേണ്ടത്, ആസിഡിനകത്തോട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആസിഡ് കണ്ടന്റ് അവിടെ വളരെ കൂടുതലും, വെള്ളം നിങ്ങൾ ഓരോ തുള്ളി ആയിട്ടാണല്ലോ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പം ഇപ്പൊ ഒരു ഡ്രോപ്പ് ആയിട്ടായിരിക്കും ഒഴിക്കുക, അല്ലെങ്കിൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ കോരി ഒഴിക്കുമായിരിക്കും. അപ്പൊ എന്ത് സംഭവം, ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചാലും കോരി ഒഴിച്ചാലും എന്ത് സംഭവിക്കുന്നറിയോ, ആസിഡ് കണ്ടന്റ് അവിടെ കൂടുതലായതുകൊണ്ട് അത്രയും കൂടുതൽ കണ്ടന്റിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അത്രയും വെള്ളം ആദ്യം ചെല്ലുന്നില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ചൂടായിട്ട് എന്ത് ചെയ്യും, എക്സോതെർമിക് റിയാക്ഷൻ, പൊട്ടിത്തെറിക്കാന്ന് പറഞ്ഞാൽ തെറിക്കും. ആ ആസിഡ് നമ്മുടെ ദേഹത്തോട്ടൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ പൊള്ളലേൽക്കും. നേരെ മറിച്ച് വെള്ളം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഓരോ തുള്ളി ആസിഡ് ആ വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അപ്പൊ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഒഴിക്കുന്ന ആസിഡിനെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഡൈല്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായതാണ് സംഭവം. ഓക്കെ, അതും കൂടെ എഴുതിക്കോ. The dilution of concentrated acid should always be done by adding concentrated acid to water gradually by constant stirring, ഇളക്കിക്കൊണ്ട്. This is because while adding acid to water, heat is evolved gradually and can easily absorbed by water
water because water is in large amount. Water is in large amount compared to acid. ഒരു ലൈൻ ഇട്ടിട്ട് if we add water to concentrated acid, concentrated acid, large amount of heat is evolved cause water to steam explosively, which can splash the acid on our face and cause burn. ഇത്രയുമേ ഇനി ഇത്രയും ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. യൂസസ് ഓഫ് ബേസുകൾ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് ബേസ് ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, അത് സോപ്പിന്റെ മാനുഫാക്ചർ, പേപ്പറിന്റെ മാനുഫാക്ചർ, ഫൈബർ അതായത് റയോൺ എന്ന് പറയുന്ന സിന്തറ്റിക് ഫൈബർ ഉണ്ട്, അതിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ സ്ലേക്കഡ് ലൈമിനെ നമ്മൾ ബ്ലീച്ചിങ് പൗഡറിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വയറുവേനയൊക്കെ എടുക്കുന്ന സമയത്ത്, അസിഡിറ്റി മൂലം വയറുവേന എടുക്കുന്ന സമയത്ത് ഒരു പച്ച മരുന്ന് കുടിക്കത്തില്ല, ആന്റാസിഡ്, കാർമിസൈൻ എന്ന് പറയും. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതിനെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നൊക്കെ പറയുന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്. അത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ആ യൂസസ് ഓഫ് ബേസ് കൂടെ ഒന്ന് വേണമെങ്കിൽ ഞാൻ എടുത്ത് ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാം, അത് ഒന്ന് എന്ത് ചെയ്യാം, എഴുതിയെടുക്കുക. The uses of base nath, sodium hydroxide is used in the manufacture of soap, paper and synthetic fiber. Calcium hydroxide or slaked lime is used in the manufacture of bleaching powder. അതേപോലെ magnesium hydroxide used as an antacid which neutralize the excess acid in stomach and cure indigestion എന്നാണ്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ